ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഓ അത് ശരി, ഇവിടെ ബർത്ത്ഡേ ആഘോഷമാണല്ലേ. ആഘോഷിക്ക, എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. വേണ്ട, ഒരാഘോഷം വേണ്ട. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കില്ല. പോ, എല്ലാരും പോ. അവന്തികെ, നീ എന്താ ഈ കാണിക്കുന്നേ? അവൻ ഇപ്പൊ വരും മോളെ. വേണ്ട, ഇത്ര നേരം എല്ലാരും കാത്തിരുത്തിട്ട് ഇനി അങ്ങനെ വരണ്ട. എല്ലാം നശിച്ചു പോട്ടെ. മോളെ, ഇത്ര സന്തോഷായിട്ട് കാത്തിരുന്ന ഞാൻ കരയിച്ചില്ല. എന്നെ കരയിച്ചില്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാ. അവൻ ചതിച്ചല്ലോ മോളെ. അച്ഛൻ പറഞ്ഞിട്ടും അവൻ വന്നില്ലല്ലോ. വരണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു കാണു വെച്ച. അച്ഛാ, നന്ദേട്ടൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ സമ്മതിച്ചാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇനിയിപ്പോ വന്നിട്ട് എന്തിനാ? എല്ലാം അവിടെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്നാലും ഞാനൊന്ന് പോയിട്ട് പോയിട്ട് വാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എങ്ങോട്ട് പോവാ? ഞാനിപ്പോ വരാം. മൂർത്തി പറ. അവന്തികെ, നന്ദൻ എവിടെയുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്? എവിടെയാ ഉള്ളത്? ഇന്ന് നന്ദൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അർച്ചന കുറച്ചു മുൻപ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ കാരണം ആ വെഡിങ് ആനിവേഴ്സറി മുടങ്ങരുതെന്ന് പറഞ്ഞു. അർച്ചന ഇപ്പോൾ ഒരു പ്രതിസന്ധിയില്ല. അച്ഛൻ പറയുന്നത് കേൾക്കാൻ മാത്രമേ അർച്ചനയ്ക്ക് ഇപ്പോൾ കഴിയൂ.
എന്റെയും സങ്കടാത. നന്ദൻ അറിയാലോ എന്റെ കാര്യത്തില് അച്ഛൻ എന്തുമാത്രം കൺസേൺ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായ അത് അച്ഛന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഡിവോഴ്സിന് ശേഷമായിരുന്നെങ്കിൽ എനിക്ക് അച്ഛന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ പറ്റും. അപ്പോ നമുക്ക് കേക്ക് കട്ട് ചെയ്തോട്ടെ? ഓക്കെ. അത് ശരി, ഇവിടെ ബർത്ത്ഡേ ആഘോഷമാണല്ലേ? ആഘോഷിക്ക. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു നന്ദ. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇങ്ങനൊരു ദിവസം. ഇന്ന് എനിക്കിത് കിട്ടിയത്. ഈ ദിവസം ഞാൻ മറക്കില്ല, എന്റെ മരണം വരെ. മരിക്കാൻ എളുപ്പമാണല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാ പ്രയാസം. ഇതുവരെ നമുക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ ഇനി അങ്ങനെ മാത്രമേ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ സന്തോഷം കൂടിയാവട്ടെ ഈ ബർത്ത്ഡേ ആഘോഷം. താൻ കേക്ക് മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സന്ധ്യ.